നമ്മുടെ കല്യാണത്തിൻ്റെ ആഘോഷരാവുത ഇന്ന് ഈവനിങ് കൊണ്ട് തുടങ്ങിയായി. ഫസ്റ്റ് ഹൽദിയുടെയാണ്. ഹൽദി ഡേക്ക് കൊണ്ടുപോകാനുള്ള 2 കൂട ഞങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഓറഞ്ച് ആൻഡ് മഞ്ഞ ബിന്ദി മേടിച്ച് 2 കൂട അലങ്കരിച്ചു. ഒന്നിൽ നമ്മൾ മഞ്ഞ ലഡുവാണ് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ അതിൽ അലങ്കരിച്ചതിൻ്റെ ബാക്കി കുറേ കറുത്ത നൂലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വലിച്ചു പൊട്ടിച്ച് ദൂരെ കളയുവാണ്. അതിൻ്റെ മേളങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒന്നിൽ നമ്മൾ ഓറഞ്ച് ജിലേബിയാണ് വെച്ചത്. പിന്നെ ഫുഡ് ആയതുകൊണ്ട് തന്നെ അതിന് നമ്മൾ മഞ്ഞ നെറ്റ് കൊണ്ടുകൂടി കവർ ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് അലങ്കാരമാക്കി. ഇനി പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചാണ് ഹൽദി പ്രോഗ്രാം. അപ്പം നേരെ അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഹൽദി ആഘോഷിക്കാനായിട്ട് എത്തി. ഓക്കെ, ഹായ്. ഇതാണ് ചെക്കൻ ആമിത്തച്ചി. അങ്ങനെ രാത്രി 7 മണിയോട് കൂടി തന്നെ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയായിരുന്നു കേട്ടോ. ബ്രൈഡിൻ്റെ വീട് വലിയ ഡിസ്റ്റൻസ് ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് ഗ്രൂമിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ് ഡിസ്റ്റൻസ് അത്രയേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് അത്രേ വരുള്ളൂ. അങ്ങനെ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അധികം പേരൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ ഒരു ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, വെൽക്കം ടു ഹൽദി നൈറ്റ്, ആമിന ഹൽദി നൈറ്റ് എന്നൊക്കെ പറഞ്ഞ്. അതിനുശേഷം നാത്തൂൻ്റെ മാളും കൂടി ചേർന്ന് ഹാമ്പേഴ്സ് നൽകി. ഫ്രം ഹിയർ ദ ഹൽദി നൈറ്റ് സ്റ്റാർട്ട്, സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ എന്താണെന്ന് നോക്കിക്കൊണ്ട് നടുവിൽ കയ്യും കൊടുത്തുകൊണ്ട് ഇവിടെ 2 ആൾക്കാർ നോക്കി നിൽക്കുകയാണ്. അവന്മാർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇത്തച്ചിക്ക് മഞ്ഞ തേക്കാനാണ് 2 ആൾക്കാരും കൂടി വന്നത്. ഇവിടെ വന്ന് നോക്കിയിട്ട് മഞ്ഞയും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ആ ഒരു വിഷമത്തിലായി അവന്മാർ. എന്താണ് ഹൽദി എന്ന് സത്യം പറഞ്ഞാൽ ഇവരുടെ 2 പേരുടെയും ഫസ്റ്റ് ഹൽദി നൈറ്റാണ് കേട്ടോ. ഇവർ 2 പേരും ഇതേവരെ ഒരു ഹൽദി നൈറ്റിനും പങ്കെടുത്തിട്ടില്ല. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അവന്മാരുടെ മനസ്സിലുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്തൊന്നുമല്ലല്ലോ അറ്റ് പ്രസൻറ്റ് അവിടെ നടക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഹൽദിക്കുള്ള സ്വീറ്റ്സ്, ആഘോഷത്തിന് മുമ്പായിട്ടുള്ള സ്വീറ്റ്സും കാര്യങ്ങളും എല്ലാം ടേബിളിൽ നിന്നായിരുന്നു. പിന്നെ എന്താ പഴയതുപോലെ തന്നെ ആ ഫോട്ടോ സെക്ഷൻ, സ്വീറ്റ് നോക്കിയിരിക്കും, മലർന്നിരിക്കും, ആകെ കൂടി ഒരു ബഹളം. അങ്ങനെ കുറേ നേരം അതുണ്ടായിരുന്നു. അതിനുശേഷം നാത്തൂൻ്റെ മകളും കൂടി എന്തുവാ ഹൽദി, പിന്നെ ഒരു ബഹളം തന്നെയാണ്. മഞ്ഞ വാരിത്തേപ്പും ആകെ കൂടി. അങ്ങനെ കുറേ നേരം അവിടെ നിൽക്കുന്നവർ വരുന്നു, പോകുന്നു, ഇടുന്നു, എല്ലാവരും ഒന്ന് തൊട്ട് തലോടി പോകുന്നു, അത്ര തന്നെയാണ്. അല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നും നമുക്കറിയാമല്ലോ ഹൽദി നൈറ്റിൽ എന്താ നടക്കുന്നതെന്ന്. അതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതൊക്കെ തന്നെയായിരുന്നു പ്രത്യേകിച്ച് പറയാനായിട്ട്. ഹൽദി നൈറ്റിൽ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വന്നിട്ട് ഇത് തന്നെയാണ്, ഏത് വേണം, ഏത് സ്വീറ്റ് വേണം, അങ്ങനെയൊക്കെ ഉള്ളത്. അതിനുശേഷം നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് കുട്ടന്മാർ വന്നു. ഒന്ന് കവളി തലോടുന്നു, മറ്റവൻ അപ്പുറത്തെ കവളി തലോടുന്നു, ഒരാൾ പിന്നെയും എടുത്ത് മൂക്കിലോട്ട് തലോടുന്നു. അങ്ങനെ ആകെ കൂടി ഒരു ബഹളം. ഇവന്മാർ എഴുന്നേറ്റ് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ക്യാമറാമാൻ പറഞ്ഞു വിട്ടോളാനെന്ന്. അങ്ങനെ പിന്നെ അവന്മാർ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വിട്ട് പോകുന്ന വഴി എൻ്റെ ഇച്ചൂട്ടൻ 2 ജംസ് മുട്ടായിയും കൂടെ എടുത്താണ് വന്നത്. കാരണം ഇത്രയും നേരം ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ഉപയോഗം വേണോ. പിന്നെ അതിനുശേഷം റീൽസും മേളങ്ങളും ഒക്കെ ആയിരുന്നു. റീൽസ്, ഫോട്ടോഷൂട്ട്, ഇതൊക്കെ തന്നെയായിരുന്നു. അതിങ്ങനെ എനിക്ക് തോന്നുന്നു കുറച്ച് നേരം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിന്നു. നമ്മുടെ കൂടെ ഗ്രൂം വന്നില്ലായിരുന്നു കേട്ടോ, അത് പറയണം. അപ്പം നിങ്ങൾ ചിലപ്പം വിചാരിക്കും ഗ്രൂം വന്നില്ല, നമ്മൾ മാത്രമേ പോയിട്ടുള്ളൂ. അതിനുശേഷം റീൽസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ കൂടെ വന്നവരെല്ലാവരും കൂടി നിന്ന ഒരു ഫോട്ടോ സെക്ഷൻ. ടീം ഗ്രൂം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫോട്ടോ എടുത്തായിരുന്നു കേട്ടോ, വീഡിയോ എടുത്തായിരുന്നു. പക്ഷേ അതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇതെല്ലാം നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ്, പറഞ്ഞു തരണ്ടല്ലോ, ഇപ്പോൾ സ്ഥിരം നിങ്ങൾ കാണുന്ന ആൾക്കാരാണല്ലോ. അതിന് ശേഷം മെയിൻ കാര്യം ഫുഡടിയാണല്ലോ. നമ്മുടെ പെറോട്ടയും ചിക്കൻ കുറുമയും ആയിരുന്നു. ആ ഫുഡടിയും കഴിച്ചുകൊണ്ട് നമ്മളിതാ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.